നമസ്കാരം ഗഡീസ്, ഇറ്റ്സ് മീ ബാഹുമോൻ. എന്താണെന്ന് പൈനാപ്പിളൊക്കെ ആയിരുന്ന പോലെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. ഒരു കുഞ്ഞ് കഥ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു വിളവെടുപ്പിൻ്റെ കഥ, കഥന കഥ. അപ്പോൾ നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് വിഷുവിൻ്റെ സമയത്ത് കണി വെക്കാനായിട്ട് മേടിച്ചൊരു പൈനാപ്പിളിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ തണ്ടൊടിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൽ കുറച്ച് വേര് മുളച്ച് നമുക്കത് മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പൈനാപ്പിളൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ബേസിസിൽ നമ്മളൊന്ന് പരീക്ഷണം നടത്തിയതാണ്. പക്ഷേ സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഫ്ലാഷ് ബാക്ക്. കുട്ടിമാമ ശരിക്കും ഞെട്ടിമാമ. ഇതാണ് കേട്ടോ പൈനാപ്പിളിൻ്റെ ആ പൂവ്. ശരിക്കും അത് ഉണ്ടായി വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ആ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ വേര് മുളപ്പിച്ച് വരുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അത്. പിന്നെ ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷമാണ് എൻ്റെ പൊന്നു മക്കളെ ഈ രൂപത്തിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ഇങ്ങനെ സെറ്റപ്പായിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം, ഇതുമാതിരി കൃഷി ചെയ്യാം, വിളവെടുപ്പ് നടത്താം. ഓക്കെ, വലിയ പണിയൊന്നുമില്ല കേട്ടാ. നല്ല മണം. ആളിച്ചിരി കുഞ്ഞനാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല മണമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മധുരം ഉണ്ടോയെന്ന് അറിയണം. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ പൈനാപ്പിൾ. നല്ല ടേസ്റ്റ് ഉണ്ട്.